മറൈൻ ഡ്രൈവ് പോലുള്ള ഒരു സ്ഥലത്ത് ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൂഗ്ലി നദിയിലൂടെ ഒരു ബോട്ടിംഗ് ആണ്. ഓൾറെഡി നമ്മൾ ഇപ്പോൾ പ്രിൻസപ്പ് ഘാട്ട് സ്മാരകമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ വിദ്യാസാഗർ സേതു പാലത്തിൻ്റെ അടിയിലൂടെ ഉള്ളൊരു ബോട്ട് യാത്രയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ നമ്മൾ വഞ്ചിക്കാരൻ്റെ അടുത്തേക്ക് ചെന്ന് സാകേഷ് ഭായ് വഞ്ചിക്കാരനായിട്ട് സംസാരിച്ച് 500 രൂപക്ക് കച്ചവടം ഉറപ്പിച്ച്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 മണിക്കൂറായിരുന്നു ആ ബോട്ട് റൈഡിൻ്റെ ഡ്യൂറേഷൻ. 1 മണിക്കൂറിന് 500 രൂപ എന്നുള്ളൊരു സ്കീമിലാണ് കച്ചവടം ഉറപ്പിച്ചത്. പക്ഷെ കപ്പൽ പോകണില്ല, ഈ വെള്ളം ഇങ്ങനെ തന്നെ. ഈ നദിയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ തുടക്കം ഗംഗാ നദിയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. മുർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് ഗംഗാ നദിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിയാണ് ഈ ഒരു നദി. അവിടെ നിന്ന് തുടങ്ങി ബേ ഓഫ് ബംഗാളിൽ ചെന്ന് അവസാനിക്കും. ഇത് ഏതാണ്ട് 262 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ നദി വ്യാപാരത്തിനും ഗതാഗതത്തിനും വളരെ പ്രധാനമായിരുന്നു. അതും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരുപാട് കപ്പലുകൾ എത്തിച്ചേർന്നിരുന്നത് ഈ ഒരു ഹൂഗ്ലി റിവറിലായിരുന്നു. ആ സമയത്ത് വേസ്റ്റിന്റെ സാധനത്തിന്റെ അവിടെ നിന്ന് നീങ്ങിപ്പോണ്ടേ. ഈ വള്ളം ഇപ്പൊ പാലത്തിന്റെ അടുത്തേക്ക് അടുക്കുന്നത് കൊണ്ട് തന്നെ പാലത്തിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീട്ടം കൂടിയ കേബിൾ സ്റ്റേയ്ഡ് പാലമാണ് വിദ്യാസാഗർ സേതു എന്ന് പറയുന്ന ഈ ഒരു പാലം. 1992 ഈ പാലത്തിന്റെ പണി കഴിയണത്. അതും 823 മീറ്ററിലാണ് ഈ പാലം നീണ്ടു നിവർന്ന് കിടക്കണം. ദിവസവും ലക്ഷക്കണക്കിന് വണ്ടികൾ ഓടുന്ന ഈ പാലം 6 വരി പാതയാണ് ശരിക്കും. പിന്നെ ഇതിൻ്റെ 2 തൂണുണ്ട്, 2 പൈലോണുകൾ. അത് 123 മീറ്റർ പൊക്കത്തിലാണിത് നിലകൊള്ളണം. അതും 152 കേബിളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യണത്. പിന്നെ ഈ പാലത്തിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗറ ബ്രിഡ്ജും കൊൽക്കട്ടയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രാഫിക്കിൻ്റെ ആ ഒരു ട്രാഫിക് ജാം അതൊക്കെ റെഡ്യൂസ് ചെയ്യുക, ട്രാഫിക് ബ്ലോക്ക് റെഡ്യൂസ് ചെയ്യുക, കുറച്ചും കൂടി ഈസ് ആക്കുക. ആ ഒരു സ്മൂത്ത് കണക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം മെയിനായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ കൊൽക്കട്ടയിലേക്ക് വന്ന് കയറിയതും ഈ പാലത്തിലൂടെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. കാരണം ഇത് നാഷണൽ ഹൈവേ 12 നാഷണൽ ഹൈവേ 16 ബന്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ പാലത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗാംഭീര്യം, ആ ഒരു ഹ്യൂജിനെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയത് 1978 ഏതാണ്ട് 14 വർഷം എടുത്ത് ഈ പാലത്തിൻ്റെ പണി തീരാനായിട്ട്.
പിന്നെ സാകേഷ് ഭായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ കുറച്ച് പിള്ളേർ ഇതേപോലെ ബെറ്റ് വെച്ചിട്ട് കുറച്ച് പിള്ളേർ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി പിള്ളേർ പടപോയി. അത് പിള്ളേരുടെ മൂഡ് എങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പാലത്തിനെ കുറിച്ചുള്ള മെയിൻ വിശദാംശങ്ങൾ. നിങ്ങളെപ്പോഴെങ്കിലും കൊൽക്കട്ടയിൽ വന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ ബോട്ട് റൈഡ്. അതും ഈ വിദ്യാസാഗർ സേതു പാലത്തിൻ്റെ അടിയിലൂടെയുള്ള ബോട്ട് റൈഡ്. അത് അത്യാവശ്യം നല്ലൊരു വൈബ് സൃഷ്ടിക്കും. കാരണം ആ വഞ്ചി ചെറിയ വഞ്ചിയാണ്. എല്ലാവർക്കും ഇപ്പം നമ്മളുടെ ഇരിപ്പൊക്കെ കണ്ടില്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിലിരിക്കാൻ പറ്റുക. മിനിമൽ സ്പേസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം അതിൽ നമ്മളിങ്ങനെ ഇരുന്ന് ഈ വെള്ളത്തിനോട് ഇത്രയും അടുത്ത് കിടന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് ആസ്വദിക്കുമ്പോൾ, അത് ഇത്രയും വലിയ പാലം ഈ അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു ഫീല് അതൊരു പ്രത്യേക ഫീലാണ്. ക്യാമറയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തോരം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ലൊരു ഫീലായിരുന്നത്. പറഞ്ഞാൽ മതി കൊൽക്കട്ട വന്നിട്ട് ഫുള്ള് വെള്ളത്തിലായിരുന്നു പറഞ്ഞാൽ മതി. ഇന്നലെ വെള്ളം ഇന്നും വെള്ളം. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ്. പിന്നെ കൊൽക്കട്ടയെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പാർട്ടായിരുന്നു ഈ ഒരു ഹൂഗ്ലി നദി. ഇപ്പോഴും ചെറിയ ചെറിയ കപ്പലുകൾ നങ്കൂരം ഇട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഈ ഹൂഗ്ലി നദിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ബോട്ടിംഗ് ആണ്. അതായത് ഈ വിദ്യാസാഗർ സേതു പാലത്തിൻ്റെ അടിയിലൂടെയുള്ള ബോട്ടിങ്, അതേപോലെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് ഈ ഒരു തോണി യാത്രയോട് പറയാനുള്ളത്? अभी काम कर रहे हैं अला लोकल पालല്ല കൊൽക്കട്ടയില कितना करके പിന്നെ സൺസെറ്റിൻ്റെ സമയത്താണ് നിങ്ങൾ ഈ ബോട്ട് റൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു ഫീലായിരിക്കും. കാരണം ആ സമയത്തുള്ള സീനറി എന്ന് പറയുന്നത് കുറച്ചുകൂടി എക്സ്ട്രാവഗൻസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നല്ലൊരു ഫീൽ കിട്ടും നമുക്ക്. എവിടാ കിസ് ഉണ്ടായിരുന്നു? എണീറ്റിട്ട് അമ്മ ചായ കുടിക്കുന്ന നടക്കണം. നമ്മ ചായ പോകണ കഴിക്കണ്ട. കൊൽക്കട്ട ചായ ട്രഡീഷണൽ ചായ കുടിക്കാന്ന് പറഞ്ഞു. പ്ലേറ്റ് തരും ചായ. ഇതാണ് വിക്ടോറിയ ബുക്ക് ചെയ്തു എല്ലാവരും. എൻ്റെ എവിടെ അപ്പോൾ കൈ കൊടുത്തിട്ടുണ്ടോ?
ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനും പറയാനും പോകുന്നത് ഈ പ്രിൻസപ്പ് ഘാട്ടിലെ മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ കൊൽക്കത്തയിൽ തന്നെ സബർബൻ റെയിൽവേ നെറ്റ്വർക്കിൻ്റെ ചെറിയതും വളരെ പ്രാധാന്യമുള്ളതുമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഹൗറ, സിയാൽദോ പോലുള്ള സ്റ്റേഷനെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനെ കണക്ട് ചെയ്യുന്ന സർവീസാണ് ഇവിടെ നിന്ന് ഇവർ പ്രൊവൈഡ് ചെയ്യണത്. ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നമ്മളിങ്ങനെ നിന്ന് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ട്രെയിനിൽ ദിനചര്യയുടെ ഭാഗമായിട്ട് അവർ യാത്ര ചെയ്യുന്നുമുണ്ട്. അല്ലെങ്കിൽ തന്നെ ആ റോട്ടിൽ കൂടി പോണതിനേലും എത്രയോ ഭേദം ഈ ട്രെയിനിൽ പോണത് തന്നെയാണ്. ശരിക്കും അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റും. അത്രയും തിരക്ക് പിടിച്ച ഒരു നഗരത്തിൽ നിന്ന് മാറി ഈ ഒരു സ്ഥലത്താണ്, ഇത്രയും ഭംഗിയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് ഒപ്റ്റ് ചെയ്യുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഞങ്ങൾ പക്ഷേ ഈ ട്രെയിനിൽ കയറി എക്സ്പീരിയൻസ് ഒന്നും ചെയ്തില്ല, ഞങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടായില്ല. പിന്നെ മെയിനായിട്ട് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ചായ ഇട്ടോടാ ഇവിടെ ലോക്കൽസിനൊക്കെ എടുത്ത് വെച്ചു.